പാപം ചെയ്യുന്തോറും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില കറുകറുത്ത അടയാളങ്ങൾ വീണ് ആ കറുത്ത അടയാളം അവന്റെ ഹൃദയത്തിൽ പാപത്തിന് അനന്തരഫലമായി രൂപാന്തരപ്പെടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ താബാ വസ്തഗ്ഫറാ, അവൻ പശ്ചാത്തപിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ, ഒരു പാപം ചെയ്ത ഉടനെ താൻ ചെയ്തതൊരു പാപമാണെന്ന് അവന്റെ ഹൃദയത്തിൽ ബോധോദയം ഉണ്ടാവുകയും അല്ലാഹുവേ ഈ പാപം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന ബോധോദയത്തോട് ഇദാ താബാ വസ്തഗ്ഫറാ, അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ ആ കറുത്ത അടയാളത്തെ ഹൃദയത്തിൽ നിന്നാഹു മായിച്ചു കളയുമത്രേ. വീണ്ടും അവന്റെ ഹൃദയം സ്ഫടിക സമാനമായി ജ്വലിക്കുമത്രേ. അതല്ല, പാപം ചെയ്തതിന്റെ കൂടെ അത് പാപമാണെന്ന് കരുതി പശ്ചാത്തപിച്ച് തിരിച്ചു വരാണ് വീണ്ടും അവൻ പാപം തന്നെ ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹു പറയുകയാ, ഓരോ കറുത്ത അടയാളങ്ങൾ ഓരോന്നായി അവന്റെ ഹൃദയാന്തരത്തിൽ രൂപാന്തരപ്പെട്ടു അവസാനം പാപത്തിന്റെ തോതനുസരിച്ച് അവന്റെ ഹൃദയം മുഴുവൻ കറുത്ത് കരുവാളിച്ചു പോകും. അതിനാണ് റാൻ എന്ന് പറയുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരവസ്ഥയ്ക്കാണ് റാൻ എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കറുപ്പ് രൂപാന്തരപ്പെട്ടു അവര് നിത്യജീവിതത്തിന്റെ പാപങ്ങൾ ഹൃദയത്തിന്റെ കറുത്ത അടയാളങ്ങളായി രൂപാന്തരപ്പെട്ട് ആ കറുപ്പവന്റെ ഹൃദയത്തെ മുഴുവനും പൊതിഞ്ഞു കഴിയുമ്പോ പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ വേദവാക്യങ്ങൾ ഇറങ്ങി ചെല്ലുകയില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ. ഇതാരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ? അവരുടെ ഹൃദയത്തിന് സീൽ വെച്ച് കഴിഞ്ഞു, അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു കഴിഞ്ഞു. ആരെ കുറിച്ചാ പറയുന്നത്? ഇത് അബൂജഹലിനെ കുറിച്ച് പറഞ്ഞ ആയത്തല്ല. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് മുഴങ്ങുമ്പോ ഒന്നാമത്തെ സഫിൽ വന്നിട്ട് അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള പ്രബലരായ സഹാബാക്കളുടെ അടുക്കൽ വന്ന് നിങ്ങളെല്ലാം സഫ് ശരിയാക്കി നേരെ നിൽക്കണേ. യഖ്റുജു ഇലൈനാ റസൂലുള്ളാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമത്തിന് വേണ്ടി വരുന്നുണ്ട്. എല്ലാവരും സഫ് ശരിയാക്കി നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവി 5 വഖത്തിന് സഫ് വ്യക്തമാക്കി നിർത്തിയിരുന്ന താടിയും തലപ്പാവും ഉണ്ടായിരുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ആ മനുഷ്യൻ സ്വർഗത്തിലല്ല, അവൻ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടില. കാരണമെന്നറിയുമോ? ആ മനുഷ്യനാണ് മുനാഫിക്കീങ്ങളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അയാളെ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അയാളെ നോമ്പ് പിടിക്കാത്തത് കൊണ്ടല്ല, വളരെയേറെ ചിന്തിക്കണം, അയാളെ നെറ്റിയിൽ നിസ്കാരത്തടമില്ലാത്തത് കൊണ്ടല്ല. പിന്നെയോ ആ മനുഷ്യനെ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവാ. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ വന്നിട്ട് ഗഗനലോകത്ത് നിന്ന് ലൗഹുൽ മഹ്ഫൂദിന്റെ രഹസ്യമായി വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പകർന്നു കൊടുത്ത അറിവ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്ത് നിന്ന് നേരിട്ട് കേട്ടവരാണവർ. പക്ഷേ ആ പ്രസംഗവും പ്രഭാഷണവും അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല. കാരണം അവരുടെ ഹൃദയം കറുത്തുപോയിരുന്നു. അവരുടെ ഹൃദയം കറുത്തുപോയിരുന്നു. ആ ഹൃദയത്തിലേക്ക് പ്രഭാഷണങ്ങൾ ഇറങ്ങിയില്ല. ആ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇറങ്ങിയില്ല. ഒന്നിച്ച് യാത്ര ബൈക്കിന്റെ തൊട്ട് പുറകിൽ ഒന്നിച്ച് യാത്ര ചെയ്തവന് അപകടത്തിൽപ്പെട്ടിട്ട് അവനെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി ഖബറിലടക്കുമ്പോഴും അല്ലാഹുവേ, തലനാരടയ്ക്കാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്, നാളെ ഞാൻ ഇതേപോലെ പോകേണ്ടി വരുമല്ലോ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ അവന് തോന്നാൻ കഴിയാത്ത
രീതിയിൽ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ വ്യാപകമായി അവന്റെ ഹൃദയത്തെ അല്ലാഹു സീൽ വെച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിലേക്ക് നന്മയുടെ കിരണങ്ങൾ കടയാതെ പോയത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് മഹാന്മാര് ഹൃദയത്തിന്റെ രോഗത്തിന് ചികിത്സ പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഏതെന്നറിയുമോ? അവര് പറഞ്ഞത് ഏറ്റവും വലിയ ഡയഗ്നോസിക്കിൽ ഏറ്റവും വലിയ ലബോറട്ടറിയുടെ മരുന്നല്ല. وقيام الليل والتضرع بالسحر ومجالسات الصالحين ആ മഹാന്മാരോടുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വരെ പറയാനുള്ള കാരണം, എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇങ്ങനെ തന്നെ ഈ ലോകാവസാനം വരെ, അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ? അതല്ല ഒരു മാറ്റത്തിന് തുടക്കമുണ്ടാകണോ? നമ്മുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ വെളിച്ചം കടന്നു വരണോ? നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവണോ? അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രസംഗത്തിന്റെ കാതലായ ഭാഗത്ത് പറയുക. എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാവുക? അതൊരു സിംബോസിയം കൊണ്ട് കഴിയില്ല, അതൊരു സെമിനാർ കൊണ്ട് കഴിയില്ല, അതേതെങ്കിലും ഒരു പരിശീലന വെക്കേഷൻ ക്ലാസ് കൊണ്ട് കഴിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കഴിയുക? അതറിയണമെങ്കിൽ ലോകത്ത് ഹൃദയത്തിന്റെ ചികിത്സ പഠിപ്പിക്കാമെന്ന് ലോകത്തിന്റെ തിരുദൂതരാണ് പറയേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് ഇന്ന് ഞാൻ ഈ സദസ്സിൽ പ്രത്യേക വിഷയമില്ലാത്തത് കൊണ്ട് ഏറെ പറയുന്നതിൽ അർത്ഥമില്ല. അല്പമാത്രമാണ് പറഞ്ഞതെങ്കിൽ ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പമാത്രം പോരേ എന്ന് ശുജായി പാടിയിട്ടുണ്ട്. ബുദ്ധി കൂർമ്മതയുള്ളവനൊരു അല്പമാത്രം ജ്ഞാനത്തിന്റെ ശിഖരം അവന് കിട്ടിയാൽ മതി. ഹൃദയത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി കടന്നു വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ. മനുഷ്യന്റെ ഹൃദയത്തിൽ കാലാന്തരങ്ങളിൽ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. അവന്റെ ഹൃദയത്തിൽ തുരുമ്പി വ്യാപകമാകും. ഓരോ സാഹചര്യങ്ങളും പാപത്തിന് അനിവാര്യമായ അഭോൽപ്പന്നം പോലെ അവന്റെ ഹൃദയത്തിൽ തുരുമ്പ് പിടിക്കുകയാ. ആ തുരുമ്പാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പാപം ചെയ്തവന്റെ ഹൃദയം എങ്ങനെ കറുത്തു പോകുമ്പോ ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഏത് വിധമാണോ ഇരുമ്പിനെ തുരുമ്പ് നശിപ്പിക്കുന്നത് അതേപോലെ നിങ്ങളുടെ ഹൃദയത്തെ തുരുമ്പ് നശിപ്പിച്ചു കളയും എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമുണ്ടായി. ആ ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗമേത് നബിയേ? എന്നെ കേൾക്കാനത്തെ സഹോദരങ്ങളോട്, മാറ്റത്തിന്റെ തുടക്കമുണ്ടാകേണ്ടത് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ്. അല്ലാതെ സിംബോസിയം നടത്തിയിട്ടല്ല, സെമിനാറുകളുടെ തുടക്കത്തിൽ നിന്നല്ല. അവനവന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് വലതുഭാഗത്തിടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. ആ ഒരു ചെറിയ അവയവത്തെ സംസ്കരിക്കാൻ അവനവന് തന്നെ കഴിഞ്ഞില്ലെങ്കിൽ 6 അടി പൊക്കമുള്ള മനുഷ്യ, 100 കിലോ ഭാരമുള്ള മനുഷ്യ, 100 കിലോ ഭാരമുള്ള നിനക്ക് 450 ഗ്രാം തൂക്കമുള്ള ഒരു അവയവത്തെ നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിന്നെ ആരാണ് മനുഷ്യനെന്ന് പറയുക? ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഏതാണ്? എന്നെ കേൾക്കാനെത്തിയവരോട്, അങ്ങകരെ മാറി നിന്നവരോട് അവനവന്റെ ഹൃദയത്തിന് സംസ്കരണം എന്നാണ് മുത്ത് റസൂല് പറഞ്ഞത്. 2 മാർഗമാണ്. ആ മാർഗം ഏതെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞത് പാതിരാത്രിയിൽ എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചു കിടക്കുമ്പോ രാത്രി എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാനല്ല, നിങ്ങളെ തസ്ബീഹ് പിടിച്ചിട്ട് ദിക്ർ വർദ്ധിപ്പിക്കാനല്ല. അള്ളാന്റെ റസൂല് 2 പ്രായേ
പ്രായോഗിക മാർഗങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്ന് ദിക്റുൽ മൗതി, മരണത്തെ ഓർക്കുക. ദിക്റുൽ മൗതി, മരണത്തെ ഓർക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞുവല്ലേ, യാ റസൂലല്ലാഹ്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എന്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുന്നില്ലല്ലോ. എന്റെ ജീവിതത്തിലും മാറ്റം വരാൻ എന്തെങ്കിലും ഒരു പോംവഴി പറയാൻ പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, സഹാബി, നിനക്ക് മാറണോ, നിനക്ക് പരിവർത്തനം ഉണ്ടാവണോ? ആവണം നബിയേ. എന്നാൽ അതിന് ഒറ്റ ദിക്ർ മാത്രമേ ഉള്ളൂ. അതേതെന്നറിയോ? കന്നക തമൂതാ, നാളെയാണ് നീ മരിക്കുന്നതെന്ന് ഉറപ്പിക്കുക. ഇന്നെന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണ്. നാളെ പ്രമാണം കാണാൻ ഞാൻ ഉണ്ടാവില്ല, നാളത്തെ ഉദയം ഞാൻ കാണില്ല. നാളെ ഞാൻ മരിക്കുമെന്ന് ഉറപ്പിക്കുക. ഏത് സമയത്താണ് മരണം നമ്മെ തേടിയെത്തുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഈ അടുത്ത കാലത്ത് മലയാള കേരളത്തെ പിടിച്ചു കുലുക്കിയ ദുരന്തമാണ് പരവൂര് പുട്ടിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തം. ആ ദുരന്തം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെത്തി ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ പോകവേ അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ സമീപത്തുണ്ടായിരുന്നൊരു തദ്ദേശവാസി എന്നോട് പറഞ്ഞു, ഉസ്താദ്, ഈ വെടിക്കെട്ട് അപകടം നടക്കുന്നത് പുലർച്ചെ 4 മണിയോടടുത്തില്ല. അതേവരെ വൈകുന്നേരം തലേ ദിവസം രാത്രി 8 മണി മുതൽ ഞാനും എന്റെ മകനും ആ വെടിക്കെട്ടിന്റെ പുറക്കാഴ്ച കാണാനുണ്ട്. അത് കണ്ട് രാവിലെ 4 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ വെടിക്കെട്ട് നടക്കാൻ പോവുകയാ. തലേ ദിവസം 8 മണിക്ക് തുടങ്ങിയ വെടിക്കെട്ടിന് സമാപനം കുറിച്ച് അതിന് ആശാന്മാരുടെ ചോയ്സായിട്ട് നടക്കുന്ന അവസാനത്തെ സമാപന വെടിക്കെട്ട് നടക്കാൻ പോവുകയാ. അവസാനത്തെ പൊടിപൂരം കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ വെടിപ്പുരയുടെ അടുത്തേക്ക്, വെടിക്കെട്ട് നടക്കുന്നിടത്തേക്ക് അടുത്തു. ഞാനും അത് അടുത്തു നിന്ന് കാണാൻ ആഗ്രഹത്തോടെ പോയപ്പോ എന്റെ മകൻ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, അച്ഛാ, എനിക്ക് ഉറക്കം വരുന്നു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു പറഞ്ഞ് കുഞ്ഞു കരയാൻ തുടങ്ങി. ഞാൻ അവനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഇതേവരെ ഇതുകൂടി കണ്ടിട്ട് പോവാ. എന്തെന്നറിയില്ല, എന്തിനെന്നറിയില്ല, പതിവില്ലാത്ത വാശിരന്റെ കുഞ്ഞുമോനെന്റെ കയ്യിൽ പിടിച്ചെന്നെ വലിച്ചു. എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഞാൻ അവനൊരു വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരാന്ന് കരുതി എന്റെ കുഞ്ഞെന്നെ കയ്യിൽ പിടിച്ചു ബലമായി പിടിച്ചു കൊണ്ടുപോയി. ഞാൻ അപ്പുറത്തേക്ക് ഒരു 500 മീറ്റർ മാറിയില്ല. ആകാശത്തേക്ക് മാറിവില്ല് പൊട്ടിവിടരുന്നത് പോലെ നയനമനോഹരമായ കാഴ്ച കാണിച്ച ക്ഷേത്ര പരിസരത്ത് അതാ തീകോളങ്ങൾ മേഘജാലത്തിന് പിടിച്ചതുപോലെ പൊട്ടുയരുന്നു. ചിതൽ കഷണങ്ങൾ, കോൺക്രീറ്റ് കഷണങ്ങൾ വായുവിൽ ഉരിഞ്ഞു പോകുന്നു. ആ ഒരു സമയത്തെങ്ങാനും ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എന്റെയും എന്റെ മകനെ ഈ ചിതറിത്തെറിച്ച ശരീരാവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് കാണുമായിരുന്നു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആ സമയത്ത് അതിന്റെ മറുഭാഗത്ത് വെടിപ്പുരക്ക് തീ പിടിച്ചിട്ട് കോൺക്രീറ്റ് ഭീമുകൾ തകർന്നു കിടക്കുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞ്, തകർന്നു കിടക്കുന്ന കോൺക്രീറ്റ് ഭീമുകളുടെ ഇടയിൽ 5 ശരീരങ്ങളാ കുടുങ്ങിക്കിടന്നത്. അതിന്റെ അടിയിൽ കെട്ട് അരഞ്ഞറിഞ്ഞു പോയോ. ആ ദുരന്തത്തിന്റെ കഥ അനുസ്മരിച്ച രതീഷ് എന്ന ഫയർഫോഴ്സുകാരൻ പിന്നെ എഴുതി വെച്ചല്ലോ. ഞാൻ ആ വെടിക്കെട്ടിന്റെ ദുരന്തത്തിന്റെ കഥ കേട്ടിട്ട് 11 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എല്ലായിടത്തും കൂരാകൂറിയിട്ടാണ് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. എങ്ങും മനുഷ്യമാംസത്തിന്റെ കത്തിക്കരിയുന്ന രൂക്ഷഗന്ധങ്ങളാ. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിച്ചെല്ലുമ്പോ ആരോ എന്റെ കാലിന് കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ശരീരം മുഴുവനും പാതി വെന്തുമാറി ഒരു ചെറുപ്പക്കാരൻ ആ ഭീമിന്റെ ഉള്ളിൽ അരക്കകി പോട്ട് കുടുങ്ങിക്കിടക്കുകയോ. സാറേ, എന്നെ വിട്ടിട്ട് പോകരുത്, എന്നെ പിടിച്ചിട്ടൊന്ന് തിരിച്ചു കിടത്തണേ, എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ, ആരാ മോനെ ആ പറഞ്ഞതാരാ? അതിനു മുമ്പ് സ്വന്തമായി തിരിഞ്ഞു കിടന്ന്, സ്വന്തമായിട്ട് അവിടേക്ക് നടന്നു വന്ന, സ്വന്തമായിട്ട് അവിടെ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും സഹോദരങ്ങളെ, ആ മനുഷ്യനാണ് മരണത്തിന് അനിവാര്യമായ ദുരന്ത മുഖത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് സ്വയമായി തിരിയാൻ കഴിയില്ല, എന്നെ ഒന്ന് തിരിച്ചു മാറ്റി കിടത്തുമോ?
ഒന്ന് സ്വയമായിട്ടൊന്നും മാറിക്കിടക്കാൻ മറ്റൊരുത്തന്റെ കാലിൽ പിടിച്ചനുഭവിക്കേണ്ട അവസ്ഥ. അവരെന്നോട് പറഞ്ഞു, ആ ഭീമൊന്ന് മാറ്റാൻ JCB ഒന്നും അനങ്ങുന്നില്ല, രണ്ടാമത്തെ JCB ഒന്നും അനങ്ങുന്നില്ല. 3 JCB വന്നിട്ട് പിന്നെ 3 ടീറ്റുകൾ ഒരേ സമയത്ത് പിടിച്ചപ്പെടാ ഭീമം അനങ്ങി മാറിയത്. എന്നെ കേൾക്കാനെത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 3 JCB ഒരേ സമയത്ത് പിടിച്ചിട്ട് മാത്രം അനങ്ങിയ ഭീമാണ്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെ പരവൂർ ടൗണിന്റെ ഭാഗത്ത് ആ സമയത്ത് ആകാശത്തുകൂടി പറന്നുപോയി ബൈക്കിലേക്ക് കയറാൻ പോകുന്ന ചെറുപ്പക്കാരന് ആകാശത്തിലൂടെ പറന്നുപോയി. അത് നേരെ പോയി ടാർ റോഡിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് നേരെ എതിർവശത്തുള്ള കടയുടെ ഷട്ടറിലിടിച്ച് അവിടെ നിന്ന് നേരെ തിരിച്ചാ ബൈക്കിലോട്ട് കയറുന്ന ചെറുപ്പക്കാരന്റെ തല അരച്ചുകൊണ്ട് കടന്നു പോയത്, തല തൊട്ടിത്തെറിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, മരണമെത്തുന്ന 4 മിനിറ്റ് മുമ്പ് തൊട്ടടുത്ത് നിന്നവനെ 1/2 മീറ്റർ 500 മീറ്റർ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നവന്റെ അടുത്തിലേക്കും മരണത്തെ കൊണ്ടുപോയടാരാ. അത്രയും നേരം അടുത്ത് നിന്നവനോട് ഇല്ല 4 മാസത്തിൽ നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഞാൻ എഴുതി വെച്ച നിന്റെ ആയുഷിന്റെ രേഖ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മകന്റെ രൂപത്തിൽ കൈവെള്ളയിൽ പിടിച്ചിട്ട് അകലേക്ക് മാറ്റിയതാരാ. 1.5 കിലോമീറ്ററിൽ ഒന്നുമില്ലാതെ മാറി നിന്നവന്റെ അടുക്കലേക്ക് ആകാശത്തേക്ക് പാഞ്ഞുപോയ കോൺക്രീറ്റ് ബീം തറയിൽ കൊണ്ടിട്ട് ഷട്ടറിൽ തൊട്ട് തിരിച്ചു വന്ന് അവന്റെ തല പൊട്ടിത്തെറിച്ചു കൊണ്ടുപോയി. 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നവനോട് 4 മാസത്തിൽ ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ച് നിന്റെ തലയിൽ ഞാൻ എഴുതി വെച്ച ആയുസി നിമിഷത്തോടെ നിന്ന് പറഞ്ഞ് അടുത്ത് നിന്നവനെ അകലേക്ക് മാറ്റുകയും അകലെ നിന്നവനെ മരണത്തിന് പിടികൊടുക്കുകയും ചെയ്തതാരാ? ഓ, ചെയ്ത തമ്പുരാനാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവനാണ് ഏകനായ നിന്റെ റബ്ബെങ്കിൽ എന്റെ പൊന്നുമോനെ, വഫൗക തദ്ബീരിനാ വലില്ലാഹി തഖ്ബീറു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ ഒരു തീരുമാനത്തിന്റെ മുമ്പിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുകയാ. എന്താണ് എന്റെ റബ്ബിനെ കുറിച്ച് നാളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അടുത്ത നിമിഷം എന്റെ ജീവിതത്തിന്റെ എന്റെ റബ്ബിന്റെ തീരുമാനം എന്തെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഒരാൾക്കും ജീവിതത്തിൽ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കന്നക തമൂതു ഗദാ, നാളെ അവൻ മരിക്കുമെന്ന് ഉറപ്പിക്കുക. നാളെ രാവിലെയാണ് എന്റെ വീടിന്റെ മുമ്പിൽ നീല ടാർപ്പായ വലിച്ചു കെട്ടുന്നത്. നാളെയാണ് നാളെയാണ് എന്നെ മയ്യത്തിന് പുറത്ത് പിടിച്ചിട്ട് എന്റെ മക്കൾ കരയുന്നത്. നാളെയാണ് എന്റെ ഭാര്യയോട് ഞാൻ സലാം ചൊല്ലുന്നത്. നാളെയാണ് എന്റെ തൊണ്ടക്കുടിയിലെ ശബ്ദം വിട്ടുപോകുന്നത്. ഒരാൾ 2 മണിക്കൂർ നിർത്താതെ സംസാരിച്ചാൽ 2 ലക്ഷം അക്ഷരം പറയുമെന്നാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. പൊന്നുമോനെ, ഞാൻ പ്രസംഗം നടക്കിയിട്ട് 18 വർഷമായി. ഈ 18 വർഷം കൊണ്ട് എത്ര അക്ഷരം എന്റെ കണ്ടനാളത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. അത്രത്തോളം കോടാനുകോടി അക്ഷരങ്ങൾ ഈ കണ്ടനാളത്തിൽ നിന്ന് വിസ്മയിപ്പിച്ചുകൊണ്ട് പടത്തിക്കൊണ്ടുപോയ അഹമ്മദ് കബീർ, അവന്റെ നാവിൽ നിന്ന് ഒരു ശബ്ദം വെളിയിൽ വരാതെ മലത്തിക്കിടത്തപ്പെടുന്ന ഒരു ദിവസമുണ്ട്. കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന മക്കളോട് വാപ്പാ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ മക്കള് വാപ്പ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്, അവിടെ നിങ്ങൾ വരുന്നതിനും കാത്ത് നിങ്ങളുടെ വാപ്പ ഉണ്ടാകുമെന്ന് പറയാണ്. മക്കളെ, സ്വർഗത്തിന്റെ പഴങ്ങളെ താരത്തിന് വെച്ച് തരുന്ന സ്വർണ്ണത്തിന്റെ കട്ടിലെ പടച്ചറപ്പിച്ചാരിരുത്തുന്ന ഒരു തുള്ളി വേർപ്പെടുകാറ് ഇപ്പൊ എന്നെ നെറ്റിത്തടത്തിൽ നിന്ന് വേർപ്പെടുകുന്നുണ്ട്. ആ വേർപ്പെടുകുന്നത് എന്തിനെന്നറിയോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഇതെന്നെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ഞാൻ അനുഭവിക്കുന്ന വേർപ്പുതുള്ളിയാണിത്. പക്ഷേ ഒരു തുള്ളി വേർപ്പ്
തുള്ളി നമ്മുടെ ശരീരത്തിൽ നിന്നൊഴുകാറ് നമ്മുടെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നൊരു ഭൂമിയുണ്ട്. ആ ഭൂമിയാണ് സ്വർഗം. കിളക്കണ്ട പൂത്തണ്ട വെയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട നീ ആഗ്രഹിച്ചതൊക്കെ നിന്റെ കൺമുമ്പിൽ പടച്ചിറപ്പ് നൽകുന്ന ഒരു ലോകത്തേക്കാണ് നിങ്ങളുടെ വാപ്പ പോകുന്നത്. നിങ്ങളെ കാത്തു വാപ്പ എവിടെ ഉണ്ടാകുമെന്ന് പൊട്ടിക്കരയും എന്റെ മക്കളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 18 വർഷം കൊണ്ട് കോടാനുകോടി അക്ഷരങ്ങള് ഉമിനീരിൽ തേലത്തി പറഞ്ഞ എനിക്ക് ആ സമയത്ത് മിണ്ടാൻ കഴിയാറ്. അത് കണ്ടുകൊണ്ട് കണ്ണും പൂട്ടി കിടക്കേണ്ടി നിൽക്കുന്നൊരു ദിവസം നിനക്ക് വരാനുണ്ട്. ആ ദിവസമാണ് തുഅമ്മലു ഫിദ്ദുനിയാ തുഅമ്മലു ഫിദ്ദുനിയാ. ഈ ദുനിയാവിലെ ആഗ്രഹങ്ങൾക്ക് അറുതിയിടപ്പെടുന്ന ദിവസം നാളെയാണ് ഞാൻ മരിക്കുന്നത് എന്ന് നമ്മൾ ആര് എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നു. അന്നാണ് നമ്മൾ ജീവിതത്തിൽ മാറാൻ തുടങ്ങുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടുന്നില്ല നബിയേ. എത്ര നിസ്കരിക്കാൻ കൈകെട്ടിയാലും എല്ലാ പെണ്ണുങ്ങളെയും സംശയമാണ്. നിസ്കാരത്തിന് കൈകെട്ടുമ്പോ ഭയങ്കര ചിന്തകളാ. നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടുന്നില്ല നബിയേ. എന്റെ നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടാൻ ഒരു ദിക്ർ പറഞ്ഞെടുക്കുമോ? ദിക്റില്ല പെങ്ങളെ, സലാത്തില്ല പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബി, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഇഖ്ലാസ് കിട്ടണോ? കന്ന സലാത്ത് മുവദ്ദിഅൻ, യാത്ര പറയാൻ പോകുന്നവന്റെ നിസ്കാരമാണെന്ന് കരുതി നിസ്കരിക്കുക. ഇതെന്റെ അവസാനത്തെ ഇശാ നിസ്കാരമാണ്. നാളെ സുബഹി നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവില്ല. ഞാൻ മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ പോവുകയാ. ഇതൊടുക്കത്തെ നിസ്കാരമാണെന്ന് ഓരോ വക്കത്ത് നിസ്കരിക്കുക. എന്നാ നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഇഖ്ലാസ് കിട്ടുമെന്ന് ലോകത്തിന്റെ മുത്ത്, ആദർശത്തിന്റെ സത്ത്, ആമനയുടെ പൊന്നേ പൊന്നൊളി മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഇതിന്റെ അർത്ഥം? എല്ലാവരെയും അത് ബാധിച്ചിട്ടുണ്ട്, ആണും പെണ്ണും ഒക്കെ. 2025 കേരളത്തിൽ പുരുഷന്മാരെക്കാൾ മദ്യപന്മാർ സ്ത്രീകളാകുമെന്നാണ് പുതിയ സാമൂഹ്യ വകുപ്പിന്റെ സർവേ. സ്ത്രീകൾ മദ്യപിക്കാൻ തുടങ്ങി, 7 വയസ്സുകാരൻ കഞ്ചാവ് വലിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത് ഇന്ന് നമ്മുടെ മുമ്പിൽ. പെണ്ണുങ്ങൾ കള്ളുടിക്കാൻ തുടങ്ങി. ഈ അടുത്ത സമയത്ത് ഈ ആറ്റിങ്ങലടുത്ത് തന്നെ നാട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കെട്ടിച്ചു. വിവാഹബന്ധം ഫെയിലർ ആയപ്പോ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി പോയപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഞാനടക്കമുള്ള സദസ്സിൽ പറഞ്ഞത്, ആ വീട്ടിലെ ആണും പെണ്ണും മുഴുവനും വൈകുന്നേരം ടെറസിലിരുന്ന് മദ്യപിക്കും, എന്നെ മദ്യപിക്കാൻ എന്നെ നിർബന്ധിച്ചു, ഞാൻ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നതെന്നാണ് ഒരു പെൺകുട്ടി ഒരു അനുരഞ്ജന സദസ്സിൽ ഈ മഹലിൽ ആറ്റിങ്ങൽ പരിസരത്തുള്ള ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ വീടൊന്നും പറയുന്നില്ല, കാരണം ഇത് നടുറോട്ടിട്ട് കുത്തിക്കൊല്ലേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് പട്ടാപ്പകൽ പോകുന്നവനെ പുറകിൽ നിന്ന് മാങ്ങാക്കത്തി കൊണ്ട് എറിയണ നാടായി മാറി. അതുകൊണ്ട് ഞാൻ കൂടുതലേക്ക് പറയുന്നില്ല. ഞാൻ പറയുന്നതിന്റെ അർത്ഥം, ആലപ്പുഴ തീരദേശ ഹൈവേയിൽ പോലീസ് ചെക്ക് ചെയ്യുന്നു മദ്യപിക്കുന്നവരെ നോക്കി. ആ സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ഡീസന്റായി കാർ ഓടിച്ചു വന്നു. നിർത്തി അവർ അനലൈസറിൽ ഊതാൻ പറഞ്ഞു. ഊതിയപ്പോൾ ബീപ് ശബ്ദമടിച്ചു. അയാളോട് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിരുന്നു? അയാൾ പറഞ്ഞില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ശബ്ദം കേട്ടി, അത് നിങ്ങളുടെ യന്ത്രം തകരാറാണ്. തർക്കമായി. അവസാനം ഈ വിദ്വാൻ പറഞ്ഞു, അത്രേ ഫ്രണ്ടിൽ മഫ്തേക്കിട്ടൊരു പെൺകുട്ടി ഇരിപ്പുണ്ട്, എന്റെ ഭാര്യയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ട് ഊതിപ്പിക്കാം. ഏതായാലും ഈ യന്ത്രം കേടായത് കൊണ്ടാണോ എന്നറിയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഊതാൻ പറഞ്ഞു. അവൾ ഊതി. അപ്പോഴും ശബ്ദം കേട്ടു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ യന്ത്രം കേടാന്ന്. എന്റെ ഭാര്യ ഊതിയിട്ട് പറയുന്നത് ശബ്ദം കേൾക്കുന്നു, അപ്പൊ ഈ യന്ത്രം കേടാന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിരപരാധിയാണ്. ആ പോലീസ് ഓഫീസർ പറഞ്ഞത് നിരപരാധിയാണ്. അവരോട് പറഞ്ഞു, സോറി, എനിക്ക് തെറ്റുപറ്റി. ഇതോടെ പരിശോധന അവസാനിപ്പിച്ചു. യന്ത്രം കേടാ, പിന്നെ എന്ത് പരിശോധന? അവർ രണ്ടുപേരെയും വിട്ടയച്ചു. യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത് ആർക്കാ? SI-ക്കാണ്. ഇവളും കുടിച്ചിട്ടുണ്ട്. ഇതൊരു സാങ്കല്പിക കഥയല്ല, ഇത് റൊമാൻറ്റിക്. ഇത് വിക്ടർ യുഗോടെ നാടകത്തിന്റെ റൊമാൻറ്റിക് ഭാവനയൊന്നുമല്ല.
ചിരിക്കാൻ പറയുന്നതുമല്ല. നമ്മുടെ വീടിന്റെ ഉള്ളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റിൽ നിന്ന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിൽ ലോകം മുഴുവനും ഒരു ഗ്ലോബൽ പോലെ അവന്റെ കൈവെള്ളയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ഞാൻ ഇന്നെന്റെ വീട്ടിൽ വെറുതെ ഒരു പുതിയ കാർ എടുക്കുന്ന കാര്യം വെറുതെ ചർച്ച ചെയ്യുന്ന കുറെ അവന്റെ മൂത്ത മോടി വന്നു, 10 വയസ്സ് കഴിഞ്ഞു. അവന്റെ മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, വാപ്പി ഇതെടുത്താൽ മതി, പുതിയ വണ്ടിയാണ്. ഞാൻ പറഞ്ഞു, മോനെ ഇതെവിടെ നിന്ന്? അത് നെറ്റിലുണ്ടോ വാപ്പി? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞു, നീ വാക്കവിയുടെ മോൻ തന്നെ. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഒരു വാഹനമായതുകൊണ്ട് ശരി, അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? ഞാൻ എപ്പോഴേ ഭാര്യയോട് പറഞ്ഞു, മൊബൈൽ ഇനി കുട്ടികളുടെ മുമ്പിൽ വെക്കാൻ പാടില്ല. എന്റെ ഭാര്യയുടെ അപ്പം ഞാൻ പറഞ്ഞു, മൊബൈൽ ഇനി കുട്ടികളുടെ മുമ്പിൽ അവന് 10 വയസ്സായി കൈയെത്തുന്ന ദൂരത്ത് വെക്കാൻ പാടില്ല. നീ അറിയാതവർ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരവസ്ഥയിൽ ലോകം മുഴുവനും, പണ്ടൊക്കെ നമുക്കിത് പറയാൻ കഴിയുമോ? ഞാൻ പറഞ്ഞതിന് വാർത്ത പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവനവന്റെ വീട്ടിൽ തന്നെ ഇതാണ് അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. ആ ഒരവസ്ഥയിൽ മാറുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ദിക്റുൽ മൗതി, മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. എല്ലാവരും മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. എനിക്ക് പറയാനുള്ളത്, ഏതായാലും മരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അത് ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സമയം എല്ലാവരും മരിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ പിന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ, മരിക്കും എന്ന കാര്യം ഉറപ്പാണെങ്കിൽ ആ മരണം എനിക്ക് മനോഹരമാക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഞാൻ ഏതായാലും ഒരു ദിവസം പോകും, ഉറപ്പാണ്. എന്നാൽ പിന്നെ ആ പോകുന്ന ദിവസം ഞാൻ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പോകുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയാത്തത് എന്താ നമ്മൾ ഇതുകൊണ്ട് നേടിയത്? റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയുടെ ഒരു നാടകമുണ്ട്, ദ വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. അതൊരു ചെറിയ കഥ അദ്ദേഹം പറയുന്നുണ്ട്. രാജാവ് പറഞ്ഞു, പ്രജകൾ കൊട്ടാരത്തിൽ വന്നാൽ രാവിലെ മുതൽ അവർ ഓടാൻ തുടങ്ങണം. രാവിലെ മുതൽ ഓടി എവിടെ പോയി അവർ ഓട്ടം നിൽക്കുന്നുവോ അത്രയും സ്ഥലം അവർക്ക് ഞാൻ എന്ന് എഴുതി കൊടുക്കും. നാട്ടുകാർ മുഴുവനും വന്നു. രാവിലെ മുതൽ ആളുകൾ ഓടാൻ തുടങ്ങി. എവിടം വരെ ഓടിയെത്തുന്നു അത് മുഴുവനും രാജാവ് അവർക്ക് സ്വന്തമായി കൊടുക്കും. ബാവോ എന്നു പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. അയാൾ ഓടാൻ തുടങ്ങി. ഓടി ഓടി ദിവസങ്ങളായി ഭക്ഷണം കഴിച്ച് വിഷണ്ണനായ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, പാപമാണ്. ഓടി തളർന്ന് തൊണ്ട വളർന്നപ്പോ ആളുകൾ കൊണ്ടുപോയി വെള്ളം കൊടുത്തു. അയാൾ പറഞ്ഞു, വെള്ളം കുടിക്കാൻ നിൽക്കാൻ എനിക്ക് സമയമില്ല, അത്രയും സമയം കൂടി ഓടി തീർത്താൽ അത്രയും മണ്ണ് കൂടി എനിക്ക് സ്വന്തമാണ്. അവസാനം ഓടി ഓടി തളർന്നു മരണവെപ്രാളമായി. ആളുകൾ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴും പറഞ്ഞു, ഇല്ല, ഒരടി കൂടി ഓടിയാൽ അത്ര മണ്ണും കൂടി എനിക്ക് സ്വന്തമാണ്. അവസാനം അയാൾ ആ പാതപടിയിൽ തളർന്നു വീണു മരിച്ചു. രാജാവ് പറഞ്ഞു, അവൻ ഓടിയ സ്ഥലം ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞാണ്. ഒന്ന് അളന്നു നോക്കാൻ പറഞ്ഞു. രാജകിങ്കരന്മാർ വന്ന അയാൾ ഓടിയ സ്ഥലം അളന്നു നോക്കി. കൃത്യം 6 അടി ഉണ്ടായിരുന്നു. 6 അടി അവന് കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ കഥയ്ക്ക് നമ്മുടെ ജീവിതവുമായി വല്ല സാമ്യമുണ്ടോ? ഒന്ന് എന്നെ നോക്കി. ഞാൻ ഈ പറഞ്ഞ കഥയ്ക്ക് നമ്മുടെ ജീവിതമായി എന്തെങ്കിലും ഒരു സാമ്യമുണ്ടോ? ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ കഴിയാതെ, ഒന്ന് നന്നായി വിശ്രമിക്കാൻ കഴിയാതെ, നന്നായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ഭാര്യയുടെയും മക്കളുടെ കൂടെയും ഒരു അല്പനേരം സ്വന്തമായിട്ടൊന്ന് ഇരിക്കാൻ കഴിയാതെ, നമ്മുടെ മാതാപിതാക്കളോട് കുശലം ചോദിക്കാൻ പോലും സമയമില്ലാതെ, ഒരു മുണ്ട് പോലും എടുത്തെടുക്കാൻ കഴിയാതെ, രോഗമുണ്ടെന്നറിഞ്ഞിട്ടും ഡോക്ടറെ പോലും കാണാൻ പോലും സമയം കിട്ടാതെ നമ്മൾ ഇങ്ങനെ ഓടി 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 സമ്പാദിച്ചിട്ടും ഏറ്റവും അവസാനം നമുക്ക് സ്വന്തമായി കിട്ടിയത് എന്താണ്? എന്താ സ്വന്തമായി കിട്ടിയത്? 6 അടി മണ്ണ്. 6 അടി മണ്ണിന്റെ ജന്മി എന്ന് പഴയൊരു പാട്ട് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഓടിയിട്ടൊക്കെ നമുക്ക് കിട്ടിയത് 6 അടി മണ്ണല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് ആരാ കൊണ്ടുപോയത്? ആരും കൊണ്ടുപോയിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ,
എന്താ ചിന്തിക്കേണ്ടത്? ഏതായാലും ഒരു ദിവസം ഈ ലോകത്തിന്റെ ഈ തീർത്ഥാടനത്തിന് അവസാനം കുറിച്ച് ഞാൻ ഏറ്റവും അവസാനം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ 6 അടി മണ്ണ് മാത്രമാണ് എനിക്ക് സ്വന്തമുള്ളതെങ്കിൽ എന്റെ അവസാനത്തെ മരണ ദിവസം ഏറ്റവും മനോഹരമാക്കണമെന്ന് എനിക്ക് ചിന്തിച്ചുകൂടെ? അതാണല്ലോ ഒരു മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തെ തെളിവെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ യഥാർത്ഥത്തിൽ അസ്റായീൽ എത്ര പേടിക്കേണ്ട ആളൊന്നുമല്ല. എല്ലാവരും മരണദൂതനെ പറഞ്ഞ് പേടിക്കാറുണ്ട്. പക്ഷേ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന നേരം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വന്നപ്പോ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഉറക്കെ പറഞ്ഞു, ഹബീബുന ജാഇലാ ഫാഖാ. ഞാൻ ഇതേവരെ കാണാൻ ആഗ്രഹിച്ച എന്റെ കൂട്ടുകാരൻ ആരെയാണോ ഒന്ന് കാണാൻ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊതിച്ചിരുന്നത്, ആ കൂട്ടുകാരൻ ഹബീബുന ജാഇലാ ഫാഖാ. ആ കൂട്ടുകാരൻ എന്റെ തലയുടെ മുകൾ ഭാഗത്ത് വന്ന് നിൽക്കുന്നവല്ലോ. ഞാൻ ഇയാളെയാണ് കാണാൻ കൊതിച്ചിരുന്നത്. ഇദ്ദേഹം വരുന്നത് കാത്തിട്ടാണ് ഞാൻ ഇരുന്നത്. ഈ അസ്റായീലിനെ കാണുമ്പോ ഹബീബുനി എന്റെ കൂട്ടുകാരനാണ് ജാഇലാ ഫാഖാ. എന്റെ തലയുടെ മുകളിൽ ആ കൂട്ടുകാരൻ വന്നു നിന്നല്ലോ എന്ന് പറയാ കഴിയുന്ന അവസ്ഥയിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. ഏത് സമയത്ത് വിട പറഞ്ഞാലും ആ സമയത്ത് സന്തോഷത്തോടെ വിട പറയാ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 1-2 മരണങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമതൊരു മൂലി കൂടി പ്രവാചകൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേറെ പ്രാവർത്തികമാക്കാനുള്ളതാ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട പുത്രി ആയിഷ റളിയല്ലാഹു തആല ഉപ്പാന്റെ അടുക്കലേക്ക് വരികയാ. ഉപ്പാന്റെ മരണവേദന കണ്ടിട്ട് ഉപ്പാന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഉപ്പ മരണപ്പെട്ടു പോയാൽ പിന്നെ ഉപ്പാക്ക് പകരം നിങ്ങൾക്ക് ആരാണുള്ളത്? ഉപ്പാക്ക് പകരം മറ്റൊരാളില്ലല്ലോ ഉപ്പാ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, മോളെ ആയിഷ, മരണമെത്തിയാൽ അങ്ങനെ പറയണമെന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞു തന്നത്? നീ ആഗ്രഹിച്ചാടെ ഓടി ഒളിച്ച മരണം നിന്റെ കൺമുമ്പിലെത്തി, നിന്നെ ഇതാ മരണം പിടികൂടാൻ പോവുകയാണ്. അങ്ങനെയല്ലേ പറയേണ്ടത് ആയിഷ? ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. ഗമാമു ബിവജ്ഹിഹി തിമാലുൽ യതാമാ ഇസ്മത്തുൽ അറാമിലി. മരണവെപ്രാളത്തിൽ പടയുന്ന പിതാവിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഉപ്പ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള എന്റെ ഉപ്പ, നിങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോഴല്ലേ ആകാശത്ത് നിന്ന് മഴ പെയ്തത്? നിങ്ങൾ അനാഥകളുടെ സംരക്ഷകനായിരുന്നുവല്ലോ, നിങ്ങൾക്ക് പാവങ്ങൾക്ക് ഒരത്താണിയായിരുന്നുവല്ലോ. ഉപ്പാന്റെ ചാരത്ത് നിന്ന് ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരയവേ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, ആയിഷ, അതെന്നെ കുറിച്ചല്ല നീ എങ്ങനെ പറയേണ്ടത്. ഫദാക റസൂലുള്ളാഹ്, ഫദാക റസൂലുള്ളാഹ്. അത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടതാണ് ആയിഷ. അത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞ തീരവ് ആയിഷ ബിവിയോട് പറഞ്ഞു, മോളെ, ഉപ്പാടെ മുഖവും ശരീരവും മൂടാൻ ഒരു വെള്ള തുണി എടുത്തു കൊണ്ടുവാ മോളെ. ഇതാണ് മരണമെന്നറിയാണ് മകളോട് വസിയത്ത് ചെയ്തു മകള് തുണിയെടുക്കാനോട്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് മരണത്തിന്റെ വക്കീലാണല്ലോ, രോഗം മൂർച്ഛിച്ചുവല്ലോ,
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വൈദ്യനെ വിളിച്ചുകൊണ്ട് വരട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ മറുപടി വന്നു, ഓ വൈദ്യനെ നിങ്ങൾ വിളിക്കണ്ട, വൈദ്യൻ എന്നെ വന്ന് സന്ദർശിച്ചിട്ട് ഇപ്പൊ തിരിച്ചു പോയതേയുള്ളൂ, ഞങ്ങളെ കണ്ടില്ലല്ലോ. ആട്ടെ, പരിശോധിച്ച വൈദ്യൻ എന്നാണ് റിസൾട്ട് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്നെ മറുപടി, എന്നെ പരിശോധിച്ചിട്ട് വൈദ്യൻ എന്നോട് പറഞ്ഞു, ഇന്നി ഫഅലുന ലിമാ ഉരീദ്, നീ എന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാ, എന്താണോ എനിക്ക് തോന്നുന്നത് അതുപോലെ നിന്നോട് ഞാൻ പെരുമാറുമെന്ന് ആ സന്ദർശകൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല വെള്ള തുണിയുമായി വരുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അവസാനത്തെ വിശുദ്ധവാക്യം പറഞ്ഞിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിട പറയാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത് ഈ ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനല്ല, അവസാനം വിട പറയുന്ന നേരം നല്ലവനായി വിട പറയാ എന്റെ പുതിയ ന്യൂ ജനറേഷൻ തലമുറയോട് നിങ്ങൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, പിന്നെയോ അവസാനം വിട പറയുന്ന പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി ജീവിച്ചു മരിച്ചു പോയ ഒരു യഥാർത്ഥ ചെറുപ്പക്കാരനെ പോലെ, ഉമറിനെ പോലെ, ഖാലിദിനെ പോലെ, സൈദിനെ പോലെ, മഹാനായ ഹംസത്തുൽ ഖറാ റളിയല്ലാഹു അൻഹുവിനെ പോലെ അവസാനം വിട പറയുന്ന നേരം എന്റെ ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിച്ചതാ, എന്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചതാ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ പടച്ചറപ്പിന്റെ തൃപ്തിക്ക് ജീവിച്ചതാ. അവസാനം വിട പറയുന്ന നേരത്ത് നാളെ പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തിന്റെ ഛായാചിത്രം അവനവന്റെ കൺമുമ്പുകളിൽ തെളിഞ്ഞു കണ്ട് സുന്ദരമായി വിട പറയാ പുതിയ തലമുറയ്ക്ക് കഴിയാതെ പോയാ, ന്യൂ ജനറേഷന് കഴിയാതെ പോയാ, നമ്മുടെ ലോകമെന്ന് പേരിട്ട് കൊടുത്തൊരു പേരാണ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ. ആരാണ് ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെന്നറിയോ? അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവളം നിർമ്മാണശാലയിൽ ഉപോൽപ്പന്നമ്പോൾ കെൻഡക്കി, KFCയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ച, രാവിലെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കുന്ന, വൈകുന്നേരം ആരാണ്ട് മടിക്കുറ്റിന് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മൊബൈൽ ഡാറ്റ ചാർജ് ചെയ്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ലോകത്തുള്ള 140 രാട്ടത്തിലേറൊക്കെ പെണ്ണ് തുണി ഉരിഞ്ഞാടിയാലും കൈവെള്ളയിൽ നിൽക്കുന്ന www.com-ലൂടെ ലോകത്തുള്ള പെണ്ണിന്റെ അനാവശ്യം മുഴുവനും ആസ്വദിക്കുന്ന, പാതിരാത്രി പകലാക്കി മാറ്റുന്ന, അവസാനം ആസ്വദിച്ച് തളർന്നു കഴിയുമ്പോ മുമ്പിൽ നികത്തി വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലവേത്ത് വെച്ച് മയങ്ങുന്ന, വർഷങ്ങളായി പള്ളിയിലെ സുബഹിന്റെ ബാങ്ക് ചെവിയിൽ ഇതേവരെ കേട്ടിട്ടില്ലാത്ത, ഇതേവരെ വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് കേൾക്കാതെ മധ്യാഹ്നത്തിൽ എഴുന്നേറ്റ് പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മാറണ്ട മോനെ, നിനക്ക് പ്രണയമെന്ന 3 അക്ഷരത്തെ കാമമെന്ന 2 അക്ഷരത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ പെണ്ണാണെന്ന് കരുതുന്ന, എല്ലാ പെണ്ണിനോടുള്ള അഭിനിവേശം എന്ന് കരുതുന്ന, ജീവിതം മുഴുവനും ഒരു മൊബൈൽ ഫോണുമായി പെണ്ണിന്റെ പുറകെ, മാൻപേടയുടെ പുറകെ സിംഹക്കുട്ടി നടക്കുന്നത് പോലെ നടന്നു പോകുന്ന പുതിയ തലമുറയോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, പൊന്നുമോനെ, നന്നായിട്ട് മരിക്കണ്ട മോനെ, നന്നായിട്ട് വിട പറയേണ്ട കുട്ടിയെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കാണേണ്ട മോനെ, ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ കഴിയണ്ടേ. അങ്ങനെ ബോധത്തിൽ ജീവിച്ചപ്പോഴാണ് മഹാനായ ഖാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു 30 വർഷക്കാലം എന്റെ ഉസ്താദായ സക്കീഖുൽ ബൽഖിയുടെ വീട്ടിൽ പഠിക്കാൻ പോയി. 30 വർഷക്കാലം എന്റെ ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ട് ആ 30 വർഷക്കാലം എനിക്ക് വെള്ളമൊഴിച്ചിരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് മഹാനവറുകൾക്ക് അറിയുമായിരുന്നില്ല. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയപ്പോ ഹറാമാണെന്ന് കരുതിയിട്ട് പെൺമക്കളുടെ മുഖത്ത് നോക്കാതെ കണ്ണ് താഴോട്ട് ചരിച്ചിരുന്ന, 30 വർഷമായൊരു വീട്ടിൽ സ്ഥിരമായിട്ട് പോയിട്ട് വെള്ളമൊടിച്ച് തന്നനാണാണോ പെണ്ണാണോ എന്നറിയാതിരുന്ന ഒരു മനുഷ്യജന്മം ഈ ലോകത്തൊക്കെ കടന്നു പോയിട്ടുണ്ട്.
ഒരു ദിവസം ശക്കീഖുൽ ബൽഖ് റളിയല്ലാഹു തആല വീട്ടിൽ പോകുമ്പോ ഖാത്തമുൽ അസ്മ ഡ്രസ് മാറിക്കൊണ്ടിരിക്കുകയാ. വാതിലിൽ പോയി മുട്ടി. ഉസ്താദ് പറഞ്ഞു, പെൺമക്കളോട് ആരാണ് വാതിലെന്ന് നോക്കുക. വാതിലിൽ ചെന്ന് നോക്കുമ്പോ മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല കണ്ണിങ്ങനെ താഴോട്ട് കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. പെൺമക്കളോട് ചെന്ന് വാപ്പായോട് പറഞ്ഞ വാക്ക് ഇന്നും ചരിത്രത്തിൽ കിടക്കുന്നുണ്ട്. ആരാണ് മക്കളെ വാതിൽപ്പടിയിൽ വന്നത്? ഉപ്പാ സാഹിബുക്കൽ അമാ സാഹിബുക്കൽ അമാ. ഇത് പറഞ്ഞ എന്റെ പുതിയ തലമുറക്കും മനസ്സിലൊന്ന് വിശ്വസിക്കാൻ കഴിയില്ല. വാപ്പാ നിങ്ങളുടെ അന്ധനായ കൂട്ടുകാരനാണ് ഉപ്പ. അന്ധനായ കൂട്ടുകാരൻ എനിക്കില്ലല്ലോ. ചെന്ന് നോക്കുമ്പോ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹു. മക്കളെ, ആ ചെറുപ്പക്കാരൻ അന്ധനല്ല. 30 വർഷക്കാലം നിങ്ങളുടെ വീട്ടില് നിത്യസന്ദർശകനായി വരുമ്പോ തങ്ങളുടെ മുഖത്തേക്ക് കണ്ണുയർത്തിയൊന്ന് നോക്കാത്ത ചെറുപ്പക്കാരന് അന്ധനാണെന്ന് ആ പെൺകുട്ടികൾ വിചാരിച്ചു പോയിരുന്നു. 21ാം നൂറ്റാണ്ടിൽ ചിന്തിക്കാൻ കഴിയോ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്? കടന്നു പോകുന്നവന്റെ വീട്ടിലെ പെണ്ണിനെ പോലെ കാമത്തിന്റെ മെത്തയിൽ കിടക്കുന്ന സീരിയലിന്റെ മോഹമായിട്ട് കഴിഞ്ഞ ഷാരി എന്ന നമ്പൂതിരി കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ 90% പൊള്ളലേറ്റ് കൊണ്ടുപോകാൻ കാരണക്കാരിയായ അവളുടെ വീട്ടിലെ നിത്യസന്ദർശകയായിരുന്നു. അവളുടെ അമ്മയുടെ ബന്ധുവായിരുന്നുവെങ്കിൽ സഹോദരങ്ങള്, കാണുന്നവനെയൊക്കെ കൂട്ടിക്കൊടുക്കുന്ന ലോകത്ത് 30 വർഷക്കാലം ഒരു വീട്ടിൽ പോയിട്ടൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാതെ ആ പെൺകുട്ടികൾ ഇത് അന്ധനാണെന്ന് ധരിച്ചു പോയിരുന്ന അതാ വീട്ടിൽ മാത്രമല്ല മഹാനഗര നാട്ടിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അരുതാത്ത കാഴ്ചകളൊന്നും കാണാതിരിക്കാൻ കണ്ണ് താഴേക്ക് നടത്തുമ്പോ അത് കാണുമ്പോ അങ്ങാടിയിലെ ആളുകൾ പറയുമായിരുന്നു, അത്രേ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അമാ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ അന്ധതയിൽ നിന്ന് കാവലിനെ തേടുന്നു അല്ലാ. ആ നടന്നു പോകുന്ന മനുഷ്യനോട് അന്ധനാണെന്ന് കരുതിയിട്ട് അങ്ങാടിയിൽ ചുറ്റുവട്ടത്ത് നിന്ന ആളുകൾ ഞങ്ങളെ ഇങ്ങനെ അന്ധനാക്കല്ലേ അല്ലാ എന്ന് കാവലിനെ തേടുന്ന രീതി. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തവന്റെ കണ്ണിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങള്, എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പാപമാ. ഒന്നും വേണ്ട, നമ്മുടെ ഹൃദയം കറുക്കാൻ അധിക സമയം വേണ്ട. കണിയാപുരത്ത് നിന്ന് നേരെ കഴക്കൂട്ടം വരെ സഞ്ചരിച്ചാൽ മതിലുകൾ വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ കണ്ടാൽ മതി. ഹറാമിന്റെ പേക്കൂത്ത് നടത്തുമ്പോ മക്കളും ഭാര്യയുമായിട്ട് നടക്കാൻ കഴിയാത്ത സിനിമാ നടിമാരുടെ അടിപ്പാവാടയുടെ കളർ പോലും കാണിക്കുന്ന അർദ്ധനഗ്ന പോസ്റ്ററുകൾ വ്യാപകമാകുമ്പോ ഒരു കാര്യത്തിൽ ഇതൊക്കെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. പെട്ടെന്ന് തുറന്നാൽ ഫേസ്ബുക്ക് ഓൺ ചെയ്താൽ അശ്ലീലതയുടെ ആവർത്തന ഭാവങ്ങളെ കാണുമ്പോ ഒരു കാര്യത്തിൽ ഗൾഫ് രാഷ്ട്രത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. GCCയിൽ എവിടെ പോയാലും ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോ ബോർഡ് കാണും, ലാ തനസ ദിക്റല്ലാ, അല്ലാഹുവിന്റെ ദിക്റിനെ മറക്കരുത്. കുറച്ചുകൂടെ പോകുമ്പോ ബോർഡ് കാണും, ഖുൽ സുബ്ഹാനല്ലാഹ്, ഖുൽ അൽഹംദുലില്ലാഹ്, ഖുൽ അസ്തഗ്ഫിറുല്ലാഹ്. അത് കണ്ടാൽ തന്നെ നമ്മൾ അറിയാതെ ഇസ്തിഗ്ഫാർ പറയുമല്ലോ. പക്ഷേ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ അരക്കിനി പോട്ട് തുണിയില്ലാത്ത പെണ്ണിന്റെ ആവാസത്തിന് അശ്ലീലതകൾ കാണുമ്പോ എന്റെ പൊന്നുമോനെ ലൈലാ മജ്നു പാടിയിട്ടുണ്ടല്ലോ, ലൈലാ മജ്നു പാടിയിട്ടുണ്ടല്ലോ. വകൈഫ തറാ ലൈലാ ബിഐനിൻ തറാ ബിഹാ സിവാഹാ ഫമാ തഖറത് ബിൽ മതാബിഇ. മജ്നു ലൈലായെ പ്രേമിച്ച് 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 ഞാൻ നിങ്ങളോടൊരു പ്രേമത്തിന്റെ കഥ പറയാ. ഇൻഷാ അല്ലാഹ് രസകരമായൊരു പ്രേമകഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതാകുമ്പോ പിന്നെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. ലൈലാ മജ്നു ലൈലയെ ഓർത്തിട്ട് മജ്നൂൻ എന്ന കാമുകം പാടിയടാ. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ പിന്നെ എനിക്ക് ലൈലയെ ആ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് എന്റെ കണ്ണ് കഴുകി ശുദ്ധിയാ
ശുദ്ധിയാക്കിയാലല്ലാതെ ഞാൻ എന്റെ ലൈലയെ വഞ്ചിച്ചല്ലോ, അവളല്ലാത്തൊരു പെണ്ണിനെ ഞാൻ നോക്കിയല്ലോ, എന്റെ ലൈലയല്ലാത്ത മറ്റൊരു പെണ്ണിനെ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടാൽ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കിയാലല്ലാതെ എനിക്ക് പിന്നെ ആ കണ്ണുകൊണ്ട് എന്റെ ലൈലയെ കാണാൻ സാധ്യമല്ലെന്ന് പാടിയ മജ്നൂ ഈ ബൈത്ത് വീട്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, എടാ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ മുഴുവനും കണ്ടിട്ട് ആ ഹറാമ് കണ്ട കണ്ണുകള് കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാതെ നാളെ നീ സ്വർഗത്തിൽ എങ്ങനെയാ നിന്റെ പടച്ചിറപ്പിന്റെ ലിക്കായിനെ കാണുക? ആ കണ്ണുകൊണ്ട് നിനക്ക് അല്ലാണ്ട് ലിക്കായിനെ കാണാൻ പറ്റുമോ? എന്റെ കുട്ടികളോട് ഞാൻ ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുകയാ, ഈ നെറ്റുകളും ഈ വൈബ്സുകളും ഈ ബ്രൗസറുകളും ഒക്കെ എടുത്ത് ഓരോ അശ്ലീലങ്ങളെ കണ്ട് ആസ്വദിച്ച് സുഖിച്ച് രസിച്ചിട്ട് ആ കണ്ണുകൊണ്ടെങ്ങനെയാ മോനെ നിന്റെ റബ്ബിനെ നിനക്ക് കാണാൻ കഴിയുക? അതുകൊണ്ട് ഈ തമ്മാടിത്തരത്തിൽ നിന്നൊരു തിരിച്ചു വേണോ? ഹൃദയത്തിൽ ഉറപ്പിക്കണേ, കണ്ണൊക്കെ തമൂത്തുകഥാ, നാളെ ഞാൻ മരിക്കും എന്ന കാര്യം ഉറപ്പാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നാളെ മരിക്കും എന്നൊരു ഉറപ്പിച്ചാൽ അയാൾ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ചെയ്യാൻ തീരുമാനിക്കും, നല്ലത് പറയാൻ തീരുമാനിക്കുക, ഏറ്റവും നല്ല വാക്കുകൾ അവൻ പറയുക. ഏറ്റവും നല്ല വാക്ക് അവൻ പറയുക. ഏറ്റവും നല്ല വാക്യത എന്ന് പറയും. ഏറ്റവും നല്ല വാക്യത അല്ലാഹു അക്ബർ. അതറിയില്ല, ഇനിയിപ്പോ അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഏറ്റവും നല്ല വാക്യത എന്നറിയാം. ഏറ്റവും നല്ല വാക്യത കുട്ടികളെ, ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ്. ഏറ്റവും നല്ല വാക്ക് ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഈ കാലത്ത് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് മരണത്തെ ഓർമ്മിക്കുക, രണ്ട് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക. എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യുക. ജീവിതത്തിൽ ഒരാൾക്ക് ചെയ്യാൻ ഹൃദയത്തിൽ മരണത്തെ ഉറപ്പിക്കുക, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നിന്റെ ഹൃദയം സ്ഫടിക സമാനമാകും. നിന്റെ ഹൃദയത്തിന്റെ അഴുക്കുകൾ മാറിക്കിട്ടും. അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ പരമാവധി ഖുർആൻ ഓതാൻ നിങ്ങൾ തീരുമാനിക്കുക. ഖുർആനി ഫീഹി മവാഇദു വതഫ്സീലു. പരമാവധി അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ, ഉറക്കെ പറ. അല്ലാഹു ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് വളരെ കൃത്യമായി പറയാൻ, നമ്മുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കണം. ആ കാര്യത്തിൽ നമുക്ക് വന്ന വീഴ്ച നമ്മുടെ സമൂഹത്തെ മുഴുവനും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ പരമാവധി എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയോ ആ ഒരു കാലം നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോയി. സന്ധ്യാസമയത്ത് യാസീൻ ഓതിയിരുന്ന, വാഖിയ ഓതിയിരുന്ന, മക്കളെ ഇരുത്തിയിട്ട് സലാത്ത് ചൊല്ലിയിരുന്ന ആ ഒരു സന്ധ്യകൾ നമുക്ക് മാറിപ്പോയി. എന്നിട്ട് അതിനു പകരം നമ്മൾ ആരായി മാറി എന്നറിയുമോ? ഇന്ന് നമ്മുടെ ഭക്തിയുടെ സന്ധ്യ എന്തേ? ഞാൻ നിങ്ങളോടൊരു പരമാർത്ഥം പറഞ്ഞുതരാം, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞുതരട്ടെ. അതോർത്തിട്ട് നിങ്ങൾക്ക് എന്നോട് പരിഭവം വേണ്ട, വാക്കവി അത് പറഞ്ഞല്ലോ എന്ന് വേണ്ട. പക്ഷെ പറയുന്നത് കൃത്യമാണ്. ഏറ്റവും നല്ല മതസൗഹാർദ്ദ പ്രഭാഷകനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. അത് പറഞ്ഞിട്ടാണ് ഞാൻ പറയാ. പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അല്ലോ അത് കേൾക്കാൻ. എവിടെയാണ്? ബൈക്കില്. ആ, തങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ മക്കൾ, ആ മക്കളോട് നമുക്ക് വർത്താനം പറയാൻ സമയമില്ല. മക്കൾ ഇങ്ങോട്ടാ വർത്താനം പറയും. മോനും ബാപ്പായും കൂടെ രാത്രി വർത്താനം പറഞ്ഞ സമയം എവിടെ? സന്ധ്യക്കിരുത്തിയിട്ട് ഖുർആൻ ഉദിച്ച സമയം എവിടെ? ആ സന്ധ്യ എവിടെ?
നമ്മുടെ പൗരാണികതയുടെ സംഖ്യ നമുക്ക് മറന്നുപോയി. കാരണം സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ സമയമാണെന്ന് ഏഷ്യാനെറ്റുകാരന് സൂര്യക്കാരനും അറിയാം. അതുകൊണ്ട് സന്ധ്യാസമയത്ത് മഗ്‌രിബിന്റെ സമയത്താണ് ഭക്തിയുടെ സീരിയലുകൾ പ്രക്ഷേപണം ചെയ്യുക. ശ്രീ ഗുരുവായൂരപ്പൻ, ശ്രീ ശബരിമല അയ്യപ്പൻ, ഈ സീരിയലുകൾക്ക് സമയം ഏതാ സമയം? ഗുരുവായൂരപ്പന് ശബരിമല അയ്യപ്പനോടൊക്കെയുള്ള ഭക്തിയുടെ സീരിയൽ ഏഷ്യാനെറ്റും സൂര്യൻ വിടുന്ന ഏത് ടൈമിലാ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? നിങ്ങളിതൊന്നും നോക്കാത്ത മുത്തക്കീങ്ങളാണ് പിന്നെ നിങ്ങൾ ഉടലോടെ സ്വർഗത്തിൽ പോണ ആളുകൾ. നിങ്ങളിതൊന്നും അറിയാത്ത ഇത്രയും വലിയ മുത്തക്കീങ്ങളായിട്ടിരുന്ന നിങ്ങളോട് ആരോടാ പറയാ? പക്ഷേ സഹോദരങ്ങളെ, മഗ്‌രിബിന്റെ സമയത്താണ് ഇത് രണ്ടും പ്രക്ഷേപണം ചെയ്യുക. ഒരു കാലത്ത് പള്ളിയിലും മസ്ജിദുൽ ഇബാദയിലും മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ആ ബാങ്ക് കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഉണ്ടായിരുന്നു, യാസീനുമായിരുന്നു കാരണവന്മാരും മക്കളുമെല്ലാം. ഇന്ന് ആ സമയത്ത് പള്ളിയിലെ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ ആ സമയത്ത് പെങ്ങളെ നീ TV ഓൺ ചെയ്താൽ ആ സമയത്താണ് ഏഷ്യാനെറ്റിലെ ഗുരുവായൂരപ്പന്റെ സീരിയൽ തുടങ്ങുന്നത്. അത് നീ റിമോട്ട് ഓൺ ചെയ്യുമ്പോൾ മഗ്‌രിബില് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ വീട്ടിൽ കേൾക്കുന്നത് എന്താ? ഓം ഗുരുവായൂരപ്പ, ഓം ശബരിമല അയ്യപ്പ. മഗ്‌രിബിന്റെ സമയത്ത് വാഖിയും യാസീനും ഓതുന്ന സമയത്ത് അറിയാതെങ്കിലും നീ നിന്റെ വീട്ടിൽ ശിർക്കിന്റെ പദം പറയിപ്പിച്ചില്ല പെങ്ങളെ. പിന്നെങ്ങനെയാ നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാവുക? ആ സീരിയൽ ഒന്ന് ഓൺ ചെയ്യുമ്പോ ആ വിളികളോടെ നിന്റെ മഗ്‌രിബിന്റെ സമയം തുടങ്ങുമ്പോ ബോധപൂർവമോ അല്ലാതെ ആ സമയത്ത് നിന്റെ വീട്ടിലെ ശിർക്കിന്റെ പദം നീ പറയിപ്പിച്ചവളാണ്. അതുകൊണ്ട് സഹോദരിമാര്, എത്ര വലിയ കുടുംബമായാലും എവിടെയൊക്കെ എത്തി നിന്നാലും സന്ധ്യാസമയത്ത് നിങ്ങൾ ഖുർആൻ ഓതണേ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ. എത്ര വലിയ കോടീശ്വരന്മാരായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട്, കേരളം കണ്ട വലിയ കോടീശ്വരനാണ് ലുലുവിന്റെ MD ബഹുമാനനായ MA യൂസുഫ് അലി സാഹിബ്. എന്റെ വളരെ അടുത്ത ഒരു ഹൃദയബന്ധമുള്ള ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ റമളാനില് അദ്ദേഹത്തിന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകുന്ന സമയമാണ്. 10 മിനിറ്റ് കൂടിയുണ്ട്. എല്ലാവരും വലിയ വലിയ വൻകിട ബിസിനസ്സുകാരുടെ ഇഫ്താർ അതിലേക്ക് ഈ വിനീതന് ക്ഷണമുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോ കോടീശ്വരന്മാരുടെ കോടീശ്വരന്മാർ ആ സമയത്തും അദ്ദേഹം പൈതൃകം കൈവിട്ടില്ല. അവിടെ ഇമാമത്ത് നിൽക്കുന്ന ഹാഫിദിനോട് പറഞ്ഞു, എല്ലാവരും നിശബ്ദമായിരിക്കുക. സൂറത്തുർ റഹ്മാനോട് ആ ഹാഫിദ് അവിടെ ഇരുന്ന് സുന്ദരമായി സൂറത്തുർ റഹ്മാനോട് അത് തീരും അടുത്ത ആളോട് പറഞ്ഞു സൂറത്തുൽ വാഖിഅയോട്, അടുത്ത ഹാഫിദ് സൂറത്തുൽ വാഖിഅയോട്. അത് കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന മഹാനായ ലാളിത്യത്തിന്റെ പ്രതീകമായി ഈ കേരളത്തിന്റെ ജനതയെ ഞെട്ടിത്തെരിപ്പിച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദ് അവരുടെ ആലിക്കുട്ടി ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു. തീർന്നപ്പോ എന്നോട് പറഞ്ഞു, ബാക്കവി നിങ്ങളും ഒന്ന് ദുആ ചെയ്യ്. ആ ദുആയിലേക്ക് കടന്നു. അബുദാബി ശൈഖ് സായിദ് മസ്ജിദിലും മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുന്നത് LCD-യിലൂടെ കണ്ടു. ഈത്തപ്പഴം കാരക്കയുമായി നോമ്പ് മുറിക്കപ്പെട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ മോനെ, നമ്മുടെ വീട്ടിലല്ല നമ്മുടെ നാട്ടിലെ ചുമഴത്ത് പള്ളിയിൽ പോലും നോമ്പ് തുറക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിശബ്ദമായിരുന്നു ഖുർആനോട് ദുആ ചെയ്തിട്ട് നമുക്കൊന്ന് നോമ്പ് തുറക്കാൻ കഴിയോ? ഒരു പള്ളിയിൽ നടക്കാത്തത് പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നപ്പോ ഞാനിത് അദ്ദേഹം എനിക്ക് കോടികൾ തന്നത് കൊണ്ട് പറയാൻ നിങ്ങൾ കരുതണ്ട. അങ്ങനെ കരുതിയാൽ എനിക്കൊട്ടൊരു പുല്ലുമില്ല. ലോകത്ത് കണ്ട നന്മകളെ ആരുടേതാണെങ്കിലും വിളിച്ചു പറയാൻ കഴിയുണ്ടോ? ഒരു നന്മയുടെ സമവാക്യം നമുക്കുണ്ടാവണം. പൊന്നുമോനെ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്താ ഞാൻ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കുക, നിനക്ക് എത്ര സിനിമാ പാട്ട് കാണാതെ അറിയാം? എത്ര ആൽബം പാട്ടുകൾ നിനക്ക് കാണാതെ അറിയാം? പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയെങ്കിലും പാരായണ മര്യാദയോടുകൂടി ഒന്ന് പാരായണം ചെയ്യാൻ അറിയാവുന്നവരെന്ന് കൈവക്കാൻ പറഞ്ഞ എത്ര പേരാ കൈവക്കുക? യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മുടെ ഗ്രന്ഥമല്ലേ? നാളെ മുമ്പ് ഈ ഖുർആൻ നമുക്കെതിരെ പരാതി നൽകയില്ല. അല്ലാഹുവേ, വഖാല റസൂലു യാ റബ്ബി ഇന്നകും ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. നാളെ
നാളെ പരലോകത്ത് ഞാനും നിങ്ങൾ നിൽക്കുമ്പോ ഖുർആൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ സമൂഹം എന്നെ ഒരു പഴയ ഗ്രന്ഥമായി കെട്ടുകഥയാക്കി വലിച്ചെറിഞ്ഞു. അല്ലാഹുവേ, നിന്റെ അലമാരകളിൽ നീ വെച്ചിരിക്കുന്ന ഖുർആനിലെ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ വെച്ച് നിനക്കെതിരെ സാക്ഷി പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആനിനെ പരിചയപ്പെടുക, ഈ ഖുർആന്റെ വഴിയിലൂടെ നടക്കുക. എന്നെ കേൾക്കാൻ എത്തവരോട് വെറുതെ സമയം കളയാനല്ല, ഒരു പ്രധാനപ്പെട്ട തുടക്കം ഇന്ന് ഇവിടെ നിന്നുണ്ടാവണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ. कभी ये बुलंदी है कूहे सफा है, कभी ये पगली तारे गिरा है, कभी ये बुलंदी है कूहे सफा है, कभी ये तजल्ली तारे गिरा है. ിൽ ഇരിച്ചിരുന്ന ലോകത്തിന്റെ വെളിച്ചമായി കടന്നു വന്ന ജിബ്രാൾട്ടർ കടലിടുക്കുകൾ കടന്നിട്ട് സൂയസ് കനാലിന്റെ മുകളിലൂടെ ഒരു കാലഘട്ടത്തിൽ ഞണ്ടുപെറുക്ക് നടന്ന യൂറോപ്യന്മാര് ലോകത്തിന്റെ ഏറ്റവും വലിയ അക്ഷരജ്ഞാന കവാടത്തിന്റെ കവാടത്തിലേക്കാണ് നയിച്ച അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുമ്പോ അവിടേക്കാണ് മഹാനായ അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല കടന്നു വരുന്നത്. അബൂദർ റളിയല്ലാഹു തആല കടന്നു വരുന്നത് ഹബീബായ മുത്ത് കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബൂദർ വരുന്നുണ്ട് നബിയേ. ആശ്ചര്യാതിരോഗത്തോടെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, അബൂദറിന് നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? അബൂദറിനെ ഇതിനു മുമ്പ് നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, നബിയേ തിരുദൂതരേ, ഈ മക്കയിൽ അബൂദറിനെ അറിയുന്നതിനേക്കാൾ കൂടുതലായി ഞങ്ങളുടെ മലക്കുകളുടെ ലോകത്ത് അബൂദർ എന്ന ചെറുപ്പക്കാരൻ സുപരിചിതനാണ്. യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, എങ്ങനെ? ഓരോ ദിവസവും ആകാശത്തും മലക്കുകളുടെ ലോകത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന പേര് ഈ അബൂദർ എന്ന ചെറുപ്പക്കാരന്റെ പേരാ. എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആധുനികതയുടെ അസുരഭാവങ്ങൾ മുഴുവനും അശ്ലീലങ്ങളും അനാവശ്യങ്ങളും ആവർത്തന വിരസതകളുമായി ആത്മീയ ലോകത്തിന്റെ ആത്മവിപ്ലവത്തെ അസുരഭാവത്തോടെ മാറ്റിക്കടത്തിക്കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട പുതുതലമുറയോട് അല്ലാഹുവിന്റെ മലക്കുകളുടെ ലോകത്തും മക്കയിൽ ഒരു ചെറുപ്പക്കാരന്റെ പേരെപ്പോഴും പറയപ്പെടുകയാ. ആരാ അബൂദർ എന്ന് നിങ്ങൾക്കറിയോ? ആ ചെറുപ്പക്കാരൻ ആരെന്നറിയോ? മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവട സംഘം പോകുമ്പോ പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ടവന്റെ കഴുത്തു വെട്ടിമാണ്ടി മടിശീലയിലെ പൈസ എടുത്തു കൊണ്ടുപോയി മദ്യപിച്ച ഗിഫാർ ഗോത്രത്തിന്റെ തലവനാണ് ഈ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ മദീനയിലെ ജനിച്ചതല്ല, പിന്നെ ഒരു കാലഘട്ടത്തിൽ കൊള്ള സംഘത്തിന്റെ തലവനായി, ഗുണ്ടാ സംഘ തലവനായി ജീവിച്ച, അതിന്റെ ഇടയിൽ ആരോ മക്കയിൽ വന്ന പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോ മുത്തുനബി അന്വേഷിച്ചിട്ട് വന്നിട്ട് അവസാനം ഇസ്ലാമിലേക്ക് വന്ന പരിവർത്തനത്തിന്റെ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഒരു മഹാവ്യക്തിത്വമാണ് അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ പേര് മക്കയിൽ മലക്കുകൾ പറയാണത്ര മലക്കുകളുടെ ലോകത്ത്. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അൽ
ലിമനാല ഹാദിഹി ഫളീല. അബൂദറിന് ഈ പദവി എങ്ങനെയാ കിട്ടിയത്? ആർക്കെങ്കിലും ഈ സദസ്സിന് വന്നവർക്ക് ഈ പദവി വേണമെങ്കിൽ അവനവന്റെ പേര് ആകാശലോകത്ത് ദിവസവും മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന്. മോനെ വെയിറ്റ് ഷെഡിന്റെ മുകളിലല്ല, രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുകളിലല്ല, നേതാവ് ചൂണ്ടിക്കാണിച്ചവനെ പാതിരാത്തിരി പതിയിരുന്നിട്ടവന്റെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തുകേട്ട് കുടൽമാലയുടെ ഇടയിൽ കൊടിപതാക പൊക്കിയതിന് സമ്മാനം കിട്ടിയ രക്തസാക്ഷി മണ്ഡപത്തിന്റെ പുറകിലല്ല, അള്ളാന്റെ മലക്കുകളുടെ ലോകത്തിന്റെ പേരെഴുതപ്പെടണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂദർ ലിമനാല ഹാദിഹി ഫളീല. അബൂദറിന് ഈ പദവി കിട്ടാൻ ഏത് സൽക്കർമ്മമാണ് അബൂദർ ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി ഇതേവരെ എന്നെ കേട്ട ഓരോ ആണിനോടും പെണ്ണിനോടും ഞാൻ കൈമാറുകയാണ്. കൈമാറലല്ലാതെ അഹമ്മദ് കബീറിന് മറ്റൊന്ന് കഴിയില്ലല്ലോ. അള്ളാന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വകാന യുക്സിറു ഖിറാഅത സൂറത്തുൽ ഇഖ്ലാസ്, വകാന യുക്സിറു ഖിറാഅത സൂറത്തുൽ ഇഖ്ലാസ്. അദ്ദേഹം ജീവിതത്തിൽ ധാരാളമായി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളാ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുർആൻ ഓതാത്തത് എന്തെന്ന് ചോദിച്ചു നിങ്ങളെ ഞാൻ പേടിപ്പിക്കുകയല്ല. നിങ്ങൾക്ക് ഏതൊരാൾക്കും ഓതാൻ കഴിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കി തരുന്ന, നിങ്ങളുടെ പാപമംഗലമായ ഹൃദയത്തെ വജ്രസമാന സ്ഫടികമാക്കി സ്ഫുടം ചെയ്ത് സ്ഫടികമാക്കി തരുന്ന ആ ഖുർആൻ നിങ്ങൾക്ക് എന്തേ പാരായണം ചെയ്തുകൂടാ? ഞാൻ പറയുന്നത് സൂറത്തുൽ ബഖറ ഓതുന്നതിന്റെ പ്രതിഫലമല്ല, സൂറത്തുൽ മാഇദ ഓതുന്നതിന്റെ പ്രതിഫലമല്ല. ദിവസവും നിനക്കോരാൻ കഴിയുന്ന പെങ്ങളെ മുട്ടമടിക്കുമ്പോ, മക്കളെ സ്കൂളിൽ വിടാൻ ഡ്രസ് ഒരുക്കി കൊടുക്കുമ്പോ, മിക്സിയിൽ അരച്ചുകൊണ്ടിരിക്കുമ്പോ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ, നിന്റെ ചുണ്ടുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഓതിയാൽ നിന്റെ പേര് സ്വർഗ്ഗലോകത്തും മലക്കുകളുടെ ലോകത്ത് എന്നും പറയപ്പെടുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെയ്തൂടെ? ഞാൻ വെറുതെ മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ ഖുർആൻ ഓതിയാ മതി എന്ന് പറയല്ല. മോനെ ഒരു കസേരയും എടുത്ത മോനെ ഓതിയാ മതി എന്ന് പറയല്ല. ഇവിടെ പറഞ്ഞു തരികയല്ല. ഇത് കേൾക്കാമെന്ന് ഏതൊരു കുട്ടിക്ക് ഓതാൻ പറ്റും. ഇനി അറിയില്ലെങ്കിൽ അവന് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. ഖുർആൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഞാൻ ആമീൻ കേട്ടിട്ടെങ്ങാനും പഠിക്കാൻ തോന്നിയാലും ഓർത്തിട്ട് അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഒരു അത്ഭുതമാണ്. ഖുർആനെ കുറിച്ച് പ്രസംഗിച്ചാൽ തിരിവെച്ച പിന്നെ പറയാൻ പറ്റും. എല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഖുർആനാണ്. എഴുതാൻ മാത്രമല്ല വായിക്കാനും എണ്ണാനും നമ്മളെ പഠിപ്പിച്ചത് ഖുർആനാണ്. എൻ്റെ കുട്ടികളോട് ഞാൻ പറയാം, ഖുർആൻ നിങ്ങൾ പഠിക്കണം. എണ്ണാൻ പഠിപ്പിച്ചത് ഖുർആനാണ്. 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ ആദ്യമായിട്ട് നമുക്ക് എണ്ണൽ സംഖ്യ പഠിപ്പിച്ചാരാ? ഇത് മരിക്കുമ്പോൾ ഓതാനുള്ള ഗ്രന്ഥം മാത്രമല്ല. സമയമില്ല. 1 2 3 4 5 6 എണ്ണാൻ പഠിപ്പിച്ചാരാ? ആരാ സമയം? അംഗൻവാടി പോയപ്പോ ടീച്ചർ അല്ലേ? അങ്ങനെയല്ലേ? അല്ലെ LKG-യിലും. അപ്പൊ ഇന്നിപ്പോ LKG UKG ഇല്ല. അന്ന് 1 മുതൽ 10 വരെ. നമ്മുടെയൊക്കെ കാലത്ത് LKG ഇല്ല, UKG ഇല്ല, +1 ഇല്ല, +2 ഇല്ല. 1 മുതൽ 10 വരെ. 10 കഴിഞ്ഞാൽ പിന്നെ PDC പരമദരിദ്രവാസി കോഴ്സ്. എണ്ണൽ സംഖ്യ പഠിപ്പിച്ചതാനാ? ടീച്ചറല്ല, ഖുർആൻ. ഖുർആൻ നിങ്ങൾ എൻ്റെ കൂടെ തയ്യാറാണ്? ഞാൻ പഠിപ്പിച്ചാലോ? ഉണ്ടോ? തയ്യാറുണ്ട്? എണ്ണാൻ പറ്റുമോ? എണ്ണാവോ? എണ്ണൽ സംഖ്യ പഠിപ്പിച്ച ഖുർആനാണ്. ഇപ്പം ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. നിങ്ങൾ എണ്ണോ എൻ്റെ കൂടെ? അറബി അറിയാവോ? എന്നൊന്ന് എണ്ണ. അറബിയിൽ 1 മുതൽ 10 വരെ ഒന്ന് എണ്ണ. ആരെയും ഒന്നോ പടച്ചവൻ വരാൻ. ഇതൊന്നും അവിടെ തട്ടുകടയായിരുന്നു.
അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. പഠിക്കും. 1 മുതൽ 10 വരെ പഠിപ്പിച്ചാരാ കുട്ടി? LKG ടീച്ചർ അല്ല. فدعوا إلى طعام واحد فأرسلنا إليهم 2 سيقولون 3 فخذ 4 من الطير سيقولون 5 الله الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا أزواج وكان في المدينة 9 رهط تلك 10 كاملة إن عدة الشهور عند الله 12 شهرا إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. ഞാനിപ്പോ ഓതിയത് 12 ആയത്താണ്, ഒരായത്തല്ല. ഖുർആനിലെ 12 ഭാഗത്തുനിന്ന് 12 ആയത്താണ് ഓതിയത്, 1 മുതൽ 12 വരെ. ഖുർആൻ പഠിക്കു കുട്ടികളെ. നിങ്ങളിത് മരിക്കുമ്പോ തലയ്ക്കുമ്പോ തോതാ മൊയ്ലിയാർക്കും മുക്രിക്കും കൈമടക്ക് ഇട്ടാണ് ഗ്രന്ഥമാണെന്ന് കരുതി മൊയ്ലിയാരെ മുക്രിയുടെ കൈമടക്ക് നോക്കിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മുക്രിക്കാക്കും മൊയ്ലിയാർക്കും കൈമടക്ക് കിട്ടാൻ മുസ്ലിയാരുടെ അത്ര പ്രസംഗമല്ല. ഇനി മൊയ്ലിയാർക്കും മുക്രിക്കാക്കും കൈമടക്കോത്തിട്ട് നിങ്ങൾ ആരും ബേജാറാവേണ്ട കാര്യമില്ല. കാരണം ലോകത്തിലെ വലിയ കോടീശ്വരന്മാര് കടക്കണമെന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രിക്കാക്ക ഇന്ന് വരെ കടക്കണമെന്ന് ആത്മഹത്യ ചെയ്ത ചരിത്രം കേട്ടിട്ടില്ല. ഉണ്ടോ? ഒണ്ടേ പറയും ലോകത്തിലെ വലിയ കോടീശ്വരന്മാര് കടം വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളം ആരാ? മുക്രിക്കാക്ക. മുക്രിക്കാക്കയുടെ ശമ്പളം ക്ലോസറ്റിലെ വെള്ളം ഒരേപോലെ ആ മുക്രിക്കാക്ക ഇതേവരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതോർത്തിട്ട് ആരും ബേജാറാവേണ്ട, അത് അല്ലാഹ് വഴിക്കൊക്കെ നടത്തിക്കോളൂ. പക്ഷേ ഇത് ഖുർആൻ എന്ന ശാസ്ത്ര ഗ്രന്ഥത്തെ പഠിക്കണം. നിങ്ങൾ എന്റെ കൂടെ فدعوا إلى طعام واحد 1 സൂറത്തുൽ ബഖറ فأرسلنا إليهم 2 സൂറത്ത് യാസീൻ 2 سيقولون 3 സൂറത്തുൽ കഹ്ഫ് فخذ 4 من الطير 4 സൂറത്ത് ആല ഇമ്രാൻ سيقولون 5 5 സൂറത്തുൽ കഹ്ഫ് الذي خلق السماوات والأرض وما بينهما في 6 أيام 6 സൂറത്തുൽ മുഅ്മിൻ الذي خلق 7 സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ നൂഹ് 8 أزواج 8 സൂറത്തുൽ അൻആം وكان في المدينة 9 رهط 9 سورة القصص تلك 10 كاملة 10 سورة البقرة إني رأيت 11 كوكبا 11 سورة يوسف إن عدة الشهور عند الله 12 شهرا 12 سورة التوبة. 2 മണിക്കൂറിലേക്ക് ഞാൻ പറഞ്ഞുതരാം ഖുർആൻ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഖുർആൻ ഓതണം. ഇത് ലോകത്തിലെ പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമാണ്. ഇത് ശാസ്ത്രലോകത്തിന് വിരൽ ചൂണ്ടിക്കൊടുത്ത ഖുർആനാണ്. ഗതാഗത നിയമം, ഞാൻ മണക്കാട് നിൽക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്, ഖുർആനും ഗതാഗത നിയമം ഒരു 7 വെള്ളിയാഴ്ച പ്രസംഗിച്ചുള്ളൂ. ഖുർആനും ട്രാഫിക് നിയമം. നിങ്ങൾ ഹൈവേയുടെ അടുത്ത് താമസിക്കണല്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബൈക്ക്, ഒരു പൾസറിന്റെ 220 ആണെന്ന് തോന്നുന്നു, അതിന്റെ മുകളിൽ ഒരുത്തിരുന്നിട്ട് ഈ വെടിയുണ്ട വെരി ഗുഡ് പോണ പോലെ പോകണം. ഞാൻ ഒരുത്ത എൻ്റെ വണ്ടിയുമേ വന്ന് കയറി. അവ ഈ വെടി കൊണ്ട ഇരിക്കണ എന്നെ കുളത്തിന് മുകളിൽ തവള ഇരിക്കണവർ ഇങ്ങനെ ഇരിക്കും. ആ സൈലൻസർ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് ഒരു അന്തം വിട്ട സൗണ്ട്. ലോകത്താദ്യമായി സ്പീഡ് ലിമിറ്റ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥം ഖുർആനാണ്. അറിയോ? 40 സൈൻ ബോർഡിൽ എഴുതിയ 40 പോകാവൂ എന്ന് ട്രാഫിക് നിയമം ആദ്യം പഠിപ്പിച്ചത് ഖുർആനാണ്. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ നിങ്ങൾ
ശബ്ദമലിനീകരമെന്നായി ബൈക്ക് വായിക്കരുത് എന്ന് 1400 വർഷം മുമ്പ് ജിബ്രീൽ ഓതി പറയുകയാണ്. ഇതൊന്നും മുഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയുന്നതല്ല. വഖ്സിദ് ഫീ മശീക, നിന്റെ ഗതാഗതത്തിൽ നീ മിതത്വം പാലിക്കണേ. ഏതാണോ സ്പീഡിന് മുകളിലേക്ക് പോകാൻ പാടില്ല. വഗ്ളുദ് മിൻ സൗതിക, ഗതാഗതത്തിൽ അരോചകമായ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് അന്തരീക്ഷം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾ പാടില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനേറെ നിനക്കൊരു വാഹനമുണ്ട്, ആ വാഹനം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് വാഹനം ഓടിക്കരുത്. വാഹനം കൃത്യമായി കഴുകി വൃത്തിയാക്കിയിട്ട് ഓടിക്കണേന്ന് ലോകത്ത് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതെന്റെ റബ്ബിന്റെ ഗ്രന്ഥമാണ്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന, കുതിരയെയും ഒട്ടകത്തെയും നിങ്ങൾക്ക് ഞാൻ തന്നത് ലിതർകബൂഹാ, നിങ്ങൾക്ക് യാത്ര ചെയ്യാനും, വസീനത്തിന് നിങ്ങൾക്ക് അലങ്കാരമായിട്ടാണ്. അതുകൊണ്ട് അലങ്കാര വസ്തു പൊടി പിടിക്കാൻ പാടില്ല. പാടുണ്ടോ എന്ന് ലോകത്തോട് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആൻ ഒരാൾ ഹാഫിളായാലും അതിൻ്റെ അർത്ഥം അവൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി എന്നാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക. അതിൽ ഏറ്റവും ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഉറക്കം അതറിയാവുന്നവരൊക്കെ ഒരു പ്രതിഫലവും കൂടെ ഞാൻ പറഞ്ഞുതരാം, അതിനെ അവസാനിപ്പിക്കുക. 1, ഖുർആൻ ഓതിയാൽ നിന്റെ ഹൃദയം നന്നാവും. 2, നിന്റെ പേര് അള്ളാഹുവിന്റെ മലക്കുകളുടെ ലോകത്ത് ജീവിതകാലത്ത് പറയാൻ കഴിയും. 2-ാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് പതിവായി പാരായണം ചെയ്താൽ നിന്റെ മയ്യത്ത് നമസ്കാരത്തിന് 70,000 മലക്കുകൾ സാക്ഷികളാവും. ആണോ? നിന്റെ മയ്യത്ത് നിസ്കാരത്തിന്, നിന്റെ കണിയാവരത്തിന്നു മുതൽ ഇത് സ്ഥിരമായി ഓതുന്ന ആണിന്റെ പെണ്ണിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നാട്ടുകാർ മാത്രമല്ല 70,000. 70,000. എന്താ മനുഷ്യന്മാരെ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വേണോന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കുക. ഇതിനൊന്നും നിങ്ങൾ 1 കോടി രൂപയൊന്നും കൊടുക്കണ്ട, കോടികളുടെ ഷെയറൊന്നും എടുക്കണ്ട, കോടികളുടെ പള്ളിയൊന്നും ഉണ്ടാക്കണ്ട. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഇൻഷാല്ലാഹ് തയ്യാറാണോ? ഞാൻ അതാ പറഞ്ഞ, വന്നിട്ട് വെറുതെ പോവണ്ട. പോകുമ്പോ വലിയ ദുആയൊക്കെ പറഞ്ഞ ചെയ്യാനും പഠിക്കാനും ഒക്കെ വലിയ പാട്. ഇതിപ്പോ അറിയാത്ത ആരാ ഉള്ളത്? ഖുൽ ഹുവല്ലാഹു, അത് അറിയാത്ത ആരാ ഉള്ളത്? ഇനി അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഖുൽ ഹുവല്ലാഹു ഇത് പഠിക്കാനല്ല പോകണം, നേരെ പൊന്നാനി പോകണം. ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു മുസ്ലിമിന് ഓതാൻ ഇതിനകത്ത് അറിയില്ലെങ്കിൽ അവൻ പിന്നെ ഇനി ഖുൽ ഹുവല്ലാഹു ഇത് പഠിക്കാനല്ല പോകണം, പിന്നെ അവൻ നേരെ പൊന്നാനിയിലാണ് പോകണം. അതറിയാത്ത ഒരാൾ പിന്നെ മുസ്ലിം ആവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവനവൻ മരിച്ചു കഴിഞ്ഞാൽ 70,000 മലക്കുകൾ വെറുതെയല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ഹബീബായ നബിക്കെതിരെ എതിരാളികൾ മുഴുവനും ഒന്നിച്ചു വന്ന യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ആ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ ഹബീബായ നബിയുടെ നേരം മജൂസികളും നസ്രാനികളും കുഫാറുകളും അടക്കം വലിയൊരു പടയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് യുദ്ധത്തിനിറങ്ങുമ്പോ മജൂസി പട്ടാളം, ആനപ്പട്ടാളം പാഞ്ഞു വരികയാ. അതേവരെ കരയിലെ ഏറ്റവും വലിയ വാഹനം ഒട്ടകമാണെന്ന് കരുതിയ അറബികളുടെ മുമ്പിലേക്ക്, പട്ടിണി പാവങ്ങളായ സഹാബത്തിന്റെ മുമ്പിലേക്ക് മസ്തകം കുലുക്കിക്കൊണ്ട് ഗതവാരന്മാര് പാഞ്ഞു വന്നപ്പോ പാവപ്പെട്ട സഹാബത്ത് പേടിച്ചു പോയി. അവര് പേടിച്ചരണ്ടി ചിന്ന ഭിന്നമായി ഓടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന്, യാ റസൂലല്ലാഹ്, ആനപ്പട്ടാളം ഇറങ്ങി നബിയേ, ഈ പൊട്ടിയ വാളും ഈ ചാവാറായ ഒട്ടകങ്ങളുമായി ഞങ്ങൾ അവരോടങ്ങനെ പിടിച്ചു നിൽക്കും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സമയത്താണ്
ലോകത്ത് നിന്ന് വിദ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നത് ആനപ്പടയെ കണ്ട് പേടിച്ച രണ്ട് സഹാബത്തിനോട് ജിബ്രീൽ ആയത്തിറക്കി കൊടുത്തു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹു ഫീ തളലീൽ وارسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ഓ നബിയേ, ആരെ കണ്ടിട്ട് പേടിക്കുന്ന നബിയേ, ആരുമില്ലാത്ത സമയത്ത് കൈബാലയത്തെ തകർക്കാമെന്ന് അപരകത്തിന് ആനപ്പെട് വെട്ടുകിളികളുടെ ചുണ്ടിലിരിക്കുന്ന ചരൽക്കല്ല് കൊണ്ട് തകർത്തെറിഞ്ഞത് ഞാനല്ല നബിയേ. ആനപ്പട്ടാളം വെട്ടുകിളിയുടെ മുമ്പിൽ പരാജയപ്പെട്ടിട്ട് ഓടിയപ്പോ മക്കയിലെ കുട്ടികൾ ആനപ്പട്ടാളത്തെ കളിയാക്കിയത് ഓർമ്മയില്ല നബിയേ. ഐനല്ലിലാഹു വല്ലിലാഹു താലിബൂ വല്ലറനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബൂ. അടയ്ക്കാ കുരുവികൾ വന്ന് കല്ലെറിഞ്ഞപ്പോ ഭീമാകാരമായ ആനപ്പട്ടാളം മക്കയിലൂടെ ചെതറിയോടുന്നത് കണ്ടപ്പോ അന്നത്തെ തെരുവ് കുട്ടികൾ ആനപ്പട്ടാളക്കാരെ നോക്കിയിട്ട് കളിയാക്കി പാടിയ പാരടിപ്പാട്ടാണിത്. ഐനല്ലിലാഹു വല്ലിലാഹു താരിബൂ വല്ലറനമുൽ മഗ്ലൂബു ലൈസൽ ഗാലിബൂ. മുറിമൂക്കൻ രാജാവ് തോട്ടോടിയല്ലോ. അർണമെന്ന് പറഞ്ഞാൽ മുറിമൂക്കൻ രാജാവ് ഓടിപ്പോകുന്നല്ലോ.